മണിക്കൂറിൽ 12 അനുഭവങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് കാണിച്ചു തന്നത്. ഓരോ പ്രതിസന്ധി നേരിടുമ്പോഴും എനിക്ക് അപ്പയ്ക്ക് അമ്മ കാണിച്ചു തരായിരുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. അങ്ങനെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുമ്പം ഞങ്ങൾക്ക് സെൻറ്റർ സ്ഥിരം കിട്ടാറുള്ളത് IT സെൻറ്റേഴ്സാണ് എപ്പോഴും കിട്ടാറ്. എപ്പോഴും MCQ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയാൽ ഞങ്ങൾക്ക് എപ്പോഴും IT പാർക്സിലാണ് എപ്പോഴും ഞങ്ങൾക്ക് സെൻറ്റർ വരാറ്. ആ പ്രാവശ്യം ഞങ്ങൾക്ക് സെൻറ്റർ കിട്ടിയത് ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് വീടിൻ്റെ കുറച്ചും കൂടെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് ഭയങ്കര താങ്ക്ഫുള്ളായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ കറക്റ്റ് ടൈമിനൊക്കെ എത്തി. 8:30 ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ കടമ്പയിലേക്ക് കിടക്കുകയാണ്. അവർ ഫുൾ സ്ക്രീൻ ചെയ്യും. അപ്പോൾ സ്ക്രീൻ ചെയ്യുമ്പം എൻ്റെ കയ്യിൽ ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു, കൊന്ത ഉണ്ടായിരുന്നു. ഇതൊന്നും അവർ അങ്ങോട്ട് കടത്താൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ പറയുകയാണെങ്കിൽ മാറ്റി വയ്ക്കാം. എൻ്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന കുട്ടിയുടെ ഹെയർ ക്ലിപ്പ് അടക്കം അവർ ഊരിപ്പിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉറപ്പായിട്ട് അവരെടുത്ത് മാറ്റാൻ പറയും. അപ്പോൾ ആദ്യത്തെ കടമ്പ തന്നെ കഴിഞ്ഞു. അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക് എൻ്റെ ലോക്കറ്റും ഇതൊന്നും എന്നോട് മാറ്റാൻ പറഞ്ഞില്ല. അപ്പോൾ അതും കൊണ്ട് ഞാൻ അകത്തേക്ക് കടന്നു, ഈ മോളെയും കൊണ്ട്. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവർ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നോക്കി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, റൈറ്ററായിട്ട് എനിക്കിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 3 പ്രാവശ്യം ഞാൻ തന്നെ റൈറ്ററായിട്ട് ഇരുന്നിരിക്കണേ. അപ്പോൾ അവർ പറഞ്ഞു, അത് അവർ ശ്രദ്ധിക്കാണ്ടായിരിക്കും. ഒന്നാമത് ഏജ് ശരി അപ്ലിക്കൻറ്റിൻ്റെ ഏജിനേക്കാളും കുറവായിരിക്കണം എൻ്റെ ഏജ്. പക്ഷെ അത് ഏജ് ഓവറായ കാരണം അത് പറ്റില്ല. പിന്നെ ക്വാളിഫിക്കേഷൻ വൈസും എനിക്ക് ആ കുട്ടിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു, കാരണം എൻ്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് സയൻസും മാത്സൊക്കെ ഈസിലി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാരണം അതും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ, കാരണം ഇങ്ങനത്തെ ഒരു കേസായ കാരണം ഒത്തിരി പ്രതീക്ഷയോടുകൂടി ആ കുട്ടി വന്നിരിക്കുന്നത് എക്സാം എഴുതാനായിട്ട്. അപ്പം അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും നിൽക്കുക. അപ്പം രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൽ ഒരു ഹയർ ഇൻചാർജിലുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞു. അവർ നോക്കാൻ പോയ സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് മുറുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണേന്ന്. അങ്ങനെ ഒരു മലയാളി ലേഡിയാണ് എൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കാൻ വന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കി നോക്കട്ടെ, എന്തായാലും മാഡത്തിന് എഴുതാൻ പറ്റില്ല, ഞങ്ങൾ വേറെ ഇപ്പോൾ സ്കൂളായ കാരണം ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടുമോ നോക്കട്ടെ, 11th or 12th ഉള്ള ആർട്സ് സ്റ്റുഡൻറ്റിനെ കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ നല്ലൊരു കുട്ടിയെ കിട്ടണേ, കാരണം ഈ കുട്ടിക്ക് വായിച്ച് പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് ശരിക്കും സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിയാവണം. ധൃതിയിൽ വെച്ച് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലൈൻഡായ കാരണം ഈ കുട്ടിക്ക് മുഴുവൻ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ആ കുട്ടി വന്നപ്പം ഞാൻ അതിൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ 2 സെൻറ്റൻസ് കഴിഞ്ഞപ്പോഴേക്കും ആ മോൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, ആൻറ്റി മലയാളിയാണോ എന്ന്. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഒരു മലയാളിയാണ്. അപ്പം ഞാൻ ആ കുട്ടിക്ക് സമാധാനത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി ബ്ലൈൻഡാണ്, അപ്പോൾ സ്ലോലി വേണം ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചു കൊടുക്കാൻ. അങ്ങനെ അമ്മ അടുത്തത് ഇടപെട്ട് അങ്ങനെ നല്ലൊരു റൈറ്ററിനെ കിട്ടി. അതാണ് ആദ്യത്തെ ഞങ്ങൾക്ക് ആ സെൻറ്റർ മാറ്റിയതിലുള്ള അമ്മയുടെ കൈ അവിടെയായിരുന്നു. അതൊരു IT പാർക്കിൽ വെച്ചാണ് എന്നോട് റൈറ്ററായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വേറൊരു റൈറ്ററിനെ ആ സമയത്ത് ആ കുട്ടിക്ക് കിട്ടില്ലായിരുന്നു.